പ്രസാദ് നോക്കൂ, ഇപ്പോൾ 9 വിദ്യാർത്ഥികൾ നിരന്തരം അമ്മുവിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവരോടിപ്പോൾ അവർക്കൊരു മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതിൽ അവരുടെ മറുപടിയും ലഭിച്ചിരിക്കുന്നു. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന മറുപടിയാണ് അതിൽ മേൽ ലഭിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മരണം ഇതൊരു കൊലപാതകമാണ് എന്ന രൂപത്തിലൊന്നും ഈ കോളേജ് അധികൃതരും കാണുന്നില്ല. അച്ഛനെ സംബന്ധിച്ച് ഇതിലൊരു വ്യക്തത വരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വിവിധ പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിൽ പ്രസാദ്. അശ്മതി, ഒരുപാട് സംശയങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ പെൺകുട്ടി വീണു എന്ന് പറയുന്ന ഒരു സമയം 4:30 അടുപ്പിച്ചാണ് എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ വെറും 2.6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിലേക്ക് എന്തിന് 45 മിനിറ്റ് സമയമെടുത്തു എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ 5:15 ആശുപത്രിയിൽ എത്തിയത് എന്ന് പറയുന്നു. അത് മാത്രമല്ല അശ്മതി, ഈ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായ ചികിത്സയിൽ ഉണ്ടായ വലിയ വീഴ്ച, ആ വീഴ്ച സരിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് സരിൻ എന്ന് പറയുന്ന ആൾക്ക് ഈ വിദ്യാർത്ഥിനിയെ ഒരു പരിചയവുമില്ല. പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ഒരു മതിയായ ട്രീറ്റ്മെന്റ് കിട്ടാതെ കിടക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് എന്ന് സരിന്റെ വാക്കുകളിൽ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടമൊന്നും ആരും മുൻകൂട്ടി കാണുന്നതേ ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞത് പ്രകാരം കോഴ്സ് അവസാനിക്കാറായ ഒരു പെൺകുട്ടി, അതായത് ഈ പെൺകുട്ടികൾക്കെതിരായ പരാതിയിൽ പെൺകുട്ടിക്കെതിരെ മെമ്മോ കൊടുക്കുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ, മാത്രമല്ല എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്തതായിരുന്നുവെങ്കിൽ ആ കാര്യം 4 ആൾ അറിയുന്ന രീതിയിൽ എന്തുകൊണ്ടൊരു സൂയിസൈഡ് നോട്ട് ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല അത്ര വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ ശരീരത്തിൽ പ്രത്യക്ഷമായി കാണേണ്ട രീതിയിലുള്ള ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതല്ല, ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ വീണതാണോ, അതല്ല ആരെങ്കിലും തള്ളിയിട്ടതാണോ, ഇനി മുകളിൽ നിന്ന് എന്തെങ്കിലും പിടിവലിക്കിടയിൽ ഇവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണോ, അത് കൃത്യമായി അറിയണമെങ്കിൽ ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നത് മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത്, ഇങ്ങനെ അച്ഛനും അമ്മയും ഒരു പരാതി കോളേജിനെതിരെ, ഹോസ്റ്റലിനെതിരെ ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായി അതിൽ കൃത്യമായി ഇടപെടാനും 2 ഭാഗങ്ങളെയും വിളിച്ച് ഒന്നുകിൽ ആ പ്രശ്നം തീർക്കുകയോ അതല്ലെങ്കിൽ അതിന്റേതായ നടപടികളിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു ബാധ്യത കോളേജ് അധികൃതർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശ്രുതി, ഇതിലിപ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയിക്കാവുന്നത് ഈ പരാതിയുടെ പേരിൽ, അതായത് അമ്മുവിന്റെ അച്ഛൻ കൊടുത്ത പരാതിയുടെ പേരിൽ ഈ പെൺകുട്ടികൾ അമ്മുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന വിവരം. എന്തായാലും ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മുവിന്റെ ബന്ധുക്കൾ പോലീസ് അന്വേഷണത്തിൽ ഇപ്പോഴും നല്ല വിശ്വാസ്യത പുലർത്തുന്നത് തന്നെ. പത്തനംതിട്ട പോലീസിന്റെ ഭാഗമായി സഹപാഠികളിൽ നിന്ന്, പ്രിൻസിപ്പളിൽ നിന്ന്, ഹോസ്റ്റലിലെ ഇവരുമായി ബന്ധപ്പെടുന്നവരിൽ നിന്നൊക്കെ ഇതിനകം മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. ആ മൊഴികൾ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം, ഒരു ശാസ്ത്രീയമായ പഠനം കൂടി നടത്തിയതിനു ശേഷം ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞത് കോളേജിന്റെ മുകൾ നിലയിൽ നിന്ന് ചാടി അങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്മൃതി, കൃത്യമായ ചികിത്സയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ, അത് ഹോസ്റ്റലിൽ നടന്നതാണെങ്കിൽ, പിന്നീട് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമുള്ള വീഴ്ച വളരെ ഗുരുതരമാണ്. ഒരുപാട് വൈകിട്ടാണ് എത്തുന്നത്. എത്തിയതിനു ശേഷം ഒരു മതിയായ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയം തന്നെയാണ്. അതിൽ എവിടെയാണ് പോരായ്മ പറ്റിയത്, എന്തുകൊണ്ടാണ് കോളേജ് അധികൃതരോ ഹോസ്റ്റൽ അധികൃതരോ കൃത്യമായ ട്രീറ്റ്മെന്റ് ഈ അമ്മുവിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താതിരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്തായാലും വരും നാളുകളിൽ നമുക്ക് പരിശോധിക്കേണ്ടത് പോലീസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ദുരൂഹമായി കിടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പരിഹരിച്ചുകൊണ്ട് ഇതൊരു കൃത്യതയുള്ള ഒരു കേസായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ശ്രുതി.